കാലത്ത് ആഗ്രഹമായിരുന്നു ഒന്ന് മേൽപ്പഴനി പോകണം എന്നുള്ളത്. ഏട്ടൻ നാട്ടിലുള്ളപ്പോൾ ഏട്ടൻ ഞാൻ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് മേൽപ്പഴനി പോവാം. പക്ഷേ കുറേ കാരണങ്ങൾ കാരണം അതങ്ങോട്ട് നടന്നില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ലീവല്ലേ എന്ന് വിചാരിച്ച്, പെരുന്നാളാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് പോവാനുമില്ല. അതുകൊണ്ട് പിന്നെ ഞാനും ചേച്ചിയും മോളും കൂടി മേൽപ്പഴനിലേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ രാവിലെ എടുപിടിയേ എന്നുള്ളൊരു പോക്കായിരുന്നിട്ട് ഞങ്ങൾക്ക് വഴി പോലും അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് ഞങ്ങൾ അവിടെ എത്തി. ഇത്രയും തൊട്ടടുത്ത് ഇത്രയും ഫേമസ് ആയ ഒരു അമ്പലം ഉണ്ടായിട്ട് പോലും ആ വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ഒരു മോശം. എന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് സത്യമായിട്ട് അങ്ങോട്ടുള്ള വഴിയൊന്നും അറിയില്ല. ബസ്സിലും ഓട്ടോയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഇത്രയും അടുത്തുണ്ടായിട്ടും ആ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ അമ്പലത്തിലൊന്ന് പോകണം എന്നുള്ളത്. അത് നടന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ എന്തോ ഒരു കുഞ്ഞു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ കൂടെ എനിക്ക് ആ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. സാരമില്ല, ഇനി ടൈം ഉണ്ടല്ലോ. ഏട്ടൻ നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഒന്നുകൂടി പോകും. അപ്പോൾ ആ സങ്കടം അങ്ങ് മാറും അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.